തോൽപ്പിച്ചത് അമിത ആത്മവിശ്വാസമോ എന്നാണ് ചോദ്യം. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് ഓരോ കാര്യങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റികളെല്ലാം ചർച്ച ചെയ്ത് സംസ്ഥാന സമിതിയിൽ വന്ന് സംസ്ഥാന കൗൺസിൽ തീരുമാനമെടുത്തതിന് ശേഷം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു യാഥാർത്ഥ്യം ഇല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന് പറയുന്ന ഒരു സംവിധാനത്തോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നഗരപ്രദേശങ്ങളിൽ പാർട്ടിക്ക് തക്കതായിട്ടുള്ള ശോഷണം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞു വന്ന കാര്യം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താണ് 10% വോട്ടാണ് കുറഞ്ഞത് മുനിസിപ്പാലിറ്റികളിൽ. 10% വോട്ട് ചെറിയ കാര്യമാണോ? അത് കണ്ടെത്തിയത് ചെറിയ കാര്യമായിട്ടാണ് വിചാരിക്കുന്നത്? പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മൊത്തത്തിൽ പഞ്ചായത്തിൽ വന്നിട്ടുള്ളൂ. എത്ര പഞ്ചായത്താണ് കേരളത്തിലുള്ളത്? ആ മുഴുവൻ പഞ്ചായത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളൂ. 10% വോട്ട് പോയത് മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പം വെറുതെ അങ്ങോട്ട് കാടടച്ച് പഠിച്ചിട്ട് CPM എല്ലാം കൂടി അല്ലെങ്കിൽ ഇടതുപക്ഷം എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു എന്ന് പറയുന്ന ശൈലിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തിനെ കാണുകയേ വേണ്ട. എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണവിരുദ്ധ വികാരം എവിടെയാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയണ്ടേ? ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസിലാണ് ഭരണവിരുദ്ധ വികാരം. അങ്ങനെയല്ല പറയേണ്ടത്. അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അവിടെ ശബരിമലയിൽ കൊള്ള നടത്തിയതിൻ്റെ ഭാഗത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നല്ല പറയണ്ടേ? അങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? CPM സംഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPM സംബന്ധിച്ചിടത്തോളം CPM പഠിച്ചിറങ്ങുന്ന പാർട്ടിയെ 2019 നേരത്തെ സ്മൃതിപടം പറഞ്ഞ പോലെ കനലൊരു തേരി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഓരോ വീടുകൾ കയറി ഇറങ്ങിയ പാർട്ടിയുടെ പേര് CPM എന്നാണെന്ന്. എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നടന്നു. ഒരു കാര്യം ഞാൻ ഏറ്റവും കുറഞ്ഞ ഉദാഹരണം പറയാം. ഈ കേരള സർക്കാരിൻ്റെ എല്ലാ വികസന പ്രവർത്തനവും ജനങ്ങളിലേക്ക് എത്തിയില്ലോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്തിയിട്ടില്ല എന്നുള്ളതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം അല്ലേ? അതിൻ്റെ ഒരു മറുപടി എങ്ങനെയാണ് ക്ഷേമ പെൻഷൻ്റെ പ്രഖ്യാപനം നടന്നത്? PM ശ്രീക്കുള്ള മറുപടി പോലെ വിളിച്ച് പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പ്രഖ്യാപനം വന്നത്. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യേണ്ടതും ഹെഡ്ലൈൻ ആക്കേണ്ടതുമായ ഒരു പ്രഖ്യാപനം നടന്നത് PM ശ്രീയുടെ മറുപടിയുടെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം ഒരു ഹെഡ്ലൈൻ ആക്കി വച്ചോ? പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതെങ്കിലും ഹെഡ്ലൈൻ ആക്കിയോ? ഒരു പത്രവും ആക്കിയില്ല എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ ഒരു 50% ആൾക്കാർ ഈ കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല. അക്കൗണ്ടിൽ പൈസ വന്നപ്പോഴാണ് പലരും അറിഞ്ഞു ഇതെങ്ങനെ പൈസ കൂടുതൽ വന്നതെന്നുള്ള നിലയിലേക്ക് വന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന്. കാരണം അത് പ്രചരിപ്പിക്കാൻ CPM കഴിഞ്ഞിട്ടുമില്ല. സോഷ്യൽ മീഡിയ പ്രവർത്തിച്ച് കാര്യമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്താണ് ഈ പത്രമാധ്യമങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പത്രപരസ്യം പോലും കൊടുത്തിട്ടില്ല. ഗുണഭോക്താക്കൾ അറിയില്ലേ? അല്ല, ഗുണഭോക്താക്കൾ പൈസ കിട്ടി നമ്മളെ അറിയുള്ളൂ. അല്ല, അത് ഞാൻ പറയുന്നത് എപ്പോഴാണെന്ന്. കാരണം ഞാൻ പറയുന്നത് ഒരു ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത് ഒരു 3 മാസം 3.5 മാസം മുന്നേ തുടങ്ങുന്ന വലിയൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനിൽ CPM ഇപ്രാവശ്യം പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ച് CPM അടിത്തറ ഇളകിയെന്ന് വിചാരിക്കേണ്ട. അടിത്തറ ഇളകിയിട്ടില്ല എന്നുള്ള ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റി 10% വോട്ടിൻ്റെ വ്യത്യാസം വന്നു. അതെന്താ? നഗര കേന്ദ്രീകരണങ്ങളായ മുനിസിപ്പാലിറ്റികളിൽ 10% വോട്ടിൻ്റെ വ്യത്യാസം വന്നു. ആ 10% വോട്ടിംഗ് പെർസെൻറ്റേജാണ് ശരിക്കും പറഞ്ഞാൽ ഈ CPM വളരെ പിന്നോട്ട് അടിച്ചു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളെ കുറിച്ചിട്ടാണ്, കോർപ്പറേഷനെ കുറിച്ചിട്ടാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലല്ല. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ പറഞ്ഞ 1-2 പഞ്ചായത്തുകളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ എന്താണ് വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് ആകെ 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം വന്നത്. 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളത്. അല്ല, മരണ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലോ. കാരണം നമ്മൾ കണ്ടിട്ടില്ലെന്നേ, സെൻട്രൽ ഗവൺമെൻറ് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് കേരളത്തിലെ പത്രങ്ങൾ മുഴുവൻ വാരി വലിച്ച് പരസ്യങ്ങൾ കണ്ടില്ല. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു പരസ്യം വന്നോ? നിങ്ങൾ പറഞ്ഞല്ലോ PRD ഉപയോഗിച്ച് വലിയ രീതിയിൽ പരസ്യം. എവിടെയാണ് PRD ഉപയോഗിച്ചത്? ഞാൻ പറയുന്നത് ഒരു സംവിധാനത്തിൽ അത് സർക്കാർ പണം മുടത്തിയിട്ട് കേരള സർക്കാർ പരസ്യം ചെയ്തിട്ട് ഈ പ്രചരിപ്പിക്കാൻ നിന്നിട്ടില്ല. അതല്ല മനസ്സിലാക്കണം. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഇലക്ഷന് മുമ്പ് എന്താ പറയുന്നതെന്ന് അറിയോ? അയ്യോ സർക്കാർ കോടികൾ ഒഴുക്കുന്നു, അവരെ വികസന അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്താണ് സംഭവിച്ചത്? അതാണ് അമിത ആത്മവിശ്വാസം എന്ന് പറയുന്ന സംവിധാനം. അതുകൊണ്ടാണ് പാർട്ടി കണ്ടെത്താനുള്ള കാരണം. പാർട്ടി ജയിക്കും. ഇത്രയധികം ക്ഷേമ പെൻഷൻ നടത്തിയ ഒരു ക്ഷേമ പ്രവർത്തനം നടത്തിയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ അത് ഓട്ടോമാറ്റിക്കലായി ജയിച്ചു വരുമെന്നുള്ളൊരു സഖാക്കളുടെ അല്ലെങ്കിൽ പറയുന്ന ഇടതുപക്ഷ വിശ്വാസികളുടെ ഒരു അമിത ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോയി എന്ന് പറയുന്നത്. അതിൽ നിന്ന് തിരുത്താൻ വലിയ ദൂരമൊന്നും വേണ്ടാന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ജനുവരി 15-ാം തീയതി തുടങ്ങി 22-ാം തീയതി വരെ എല്ലാ വീടുകളും കയറി ഇറങ്ങാണ്. ഒരു അജണ്ടയും മുന്നോട്ട് വെച്ചിട്ടില്ലല്ലോ. അവിടെ അറിയാൻ പറ്റും ജനവികാരമുണ്ടോ, എന്തൊക്കെ ക്ഷേമ പ്രശ്നങ്ങളാണ് പാർട്ടി നടത്തിയിട്ടുള്ളത്. അതുപോലെയൊന്നും നടത്താനുള്ള സംവിധാനം കോൺഗ്രസിനുണ്ടോ? അങ്ങനെയുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
അങ്ങനെ നടത്തിയിട്ടില്ല. അപ്പോൾ പാർട്ടി ഇറങ്ങാൻ തീരുമാനിച്ചാൽ പാർട്ടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ കാലത്തും പാർട്ടി ഇറങ്ങാൻ തീരുമാനിച്ചാൽ പാർട്ടി ഇറങ്ങുകയും പ്രവർത്തിക്കുകയും 2019 ഒരു തരി പിന്നെ തരിയുള്ളൂ എന്ന് പറഞ്ഞ MP പിന്നെ മത്സരിച്ച് ആലപ്പുഴ മാത്രം ജയിച്ച പാർട്ടി 2021 99 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നില്ലേ? എങ്ങനെയാണ് വന്നത്? ഇതുപോലെ വീടുകൾ കയറി ഇറങ്ങിയിട്ടാണ്. അല്ല ഇതൊക്കെ വീടുകൾക്കാണ്. അപ്പം അങ്ങനെ പറയാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോളൂ. കാരണം ഇതിപ്പോൾ ഇപ്പം എന്ത് സംഭവിക്കുന്ന അറിയാം? കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസമാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാർക്കെങ്കിലും ഇപ്പം കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസമാണ് അല്ലെങ്കിൽ ആത്മവിശ്വാസമാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം കേരളത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഒരാൾക്കും ഇല്ല. അതുകൊണ്ടാണല്ലോ ഒറ്റയടിക്ക് BJPയിലേക്ക് പോകുന്ന സമയത്ത് അത് കുഴപ്പമില്ലാന്നേ, അത് ഞങ്ങൾക്കൊരു പഞ്ചായത്തല്ലേ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. 8 മെമ്പർമാർ ഒന്നിച്ച് BJPയിലേക്ക് പോകുന്ന സമയത്ത് അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാന്ന്. അത് നിങ്ങൾ പഞ്ചായത്തല്ലേ, ചർച്ച ചെയ്യണ്ട. കാസർഗോഡത്ത് എന്താണ് BJPയുടെ മെമ്പർ മാറി നിൽക്കുന്ന സമയത്ത് 4 കോൺഗ്രസ് മെമ്പർമാർ മാറി നിൽക്കുന്ന സമയത്ത് അതൊരു മെമ്പറല്ലേ, അത് BJPയിലേക്ക്, അതൊന്നും ഞങ്ങൾക്ക് സാരമില്ല. ഞങ്ങളിത് 538 എണ്ണത്തിൽ വിജയിച്ചിങ്ങനെ അർമാദിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഒരു പഞ്ചായത്തിനെ കൊണ്ട് എന്ത് സംഭവിക്കാനാണ്? എന്തോ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനോട് ഒരു ഗുണം ഉണ്ടായിട്ടോ? എന്താ ഗുണം എന്നറിയോ? 14% 1% വോട്ട് വർധന പോലും BJPക്ക് ഉണ്ടാക്കാത്ത സർക്കാരായി കേരള സർക്കാർ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1% പോലും ഇല്ല. 14.18 സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ടാണോ? അല്ല, കേരള സർക്കാർ BJP കോൺഗ്രസ് ഭരിച്ച സമയങ്ങളിലെല്ലാം 4%, 3%, 5% വർധനമായിരുന്നു BJPക്ക്. എന്തേ 2021-26 കാലത്തിൽ 1% പോലും വർധനമില്ലാതെ പോയേ? എന്തുകൊണ്ടല്ലാതെ? അതാണ് സർക്കാരിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്? അസഹിഷ്ണുത വേണ്ട, പറഞ്ഞു തീർത്തോട്ടെ. വേണ്ടാന്നേ, തിരക്കൂട്ടുണ്ടാന്ന്. ഞാനിവിടെ അല്ല, ഏത് സീറ്റാണ് ലോക്സഭയിൽ പോയത്? തൃശ്ശൂർ. ആരുടെ സീറ്റാ പോയത്? UDFന്റെ. ലോക്സഭയിലെ വിലയിരുത്തൽ സർക്കാരിന്റെ വിലയിരുത്തലാണോ? ഇവിടെ പറഞ്ഞത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ റോട്ടിലിറങ്ങി പണിയെടുത്ത് പഞ്ചായത്തിലേക്കും വാർഡിലേക്ക് ഇലക്ഷൻ ജയിച്ചു വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും BJP 10, 15, 18% വോട്ട് വർധന ഉണ്ടാക്കിയ സമയത്ത് 1% പോലും വോട്ട് വർധന ഉണ്ടാക്കാത്ത സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. അത് ഭരിച്ച സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണ്ട. പക്ഷേ പിണറായി വിജയൻ തോറ്റുപോയി. 8 മെമ്പർമാർ BJPയിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ ഒരക്ഷരമില്ല. അത് അയ്യോ, അത് 8 മെമ്പർമാർ സർക്കാർ ഭരിക്കുമ്പോഴേ 2006 2011 BJPക്ക് എത്ര വോട്ട് കൂടി? 2006. അത് കഴിഞ്ഞിട്ട് ഇപ്പത്തെ മെമ്പർമാർ മുഴുവൻ എവിടെയപ്പോ? അതാണ് ഞാൻ പറയുന്നത്. അല്ല, അതാണ് 8 വർഷം നാം പറയുമ്പോ എന്താണെന്നറിയോ? BJPയിലേക്ക് ആൾക്കാർ പോകുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലാന്നേ. അതായിക്കോട്ടെ. ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് മേടിക്കുമ്പോൾ കൂട്ടുകൂടുമ്പോൾ അത് പ്രശ്നമില്ല. എല്ലാ ജില്ലകളിലും എല്ലാ വകുപ്പുകളിലും യോഗം ചേർന്നു മന്ത്രിമാർ സഞ്ചരിക്കുന്നു, മന്ത്രിസഭ സഞ്ചരിക്കുന്നു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാക്കി നിലനിർത്താൻ പറ്റിയ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ആയിക്കോട്ടെ 8 വോട്ടെങ്കിൽ 8 വോട്ട് എന്ന് പറയുന്ന ശൈലിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. CPMന്റെ അടിത്തറ വർക്ക് ചെയ്യുകയാണെങ്കിൽ, CPMന്റെ പാർട്ടി ഇറങ്ങി വർക്ക് ചെയ്യുകയാണെങ്കിൽ 27.77% CPMന്റെ അണികളുണ്ടല്ലോ, 27.77% CPMന്റെ അണികൾ. ആ അണികൾ ഇറങ്ങി പണിയെടുത്താൽ ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ കേരളത്തിൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം കോൺഗ്രസിനുണ്ടെങ്കിൽ കോൺഗ്രസിന് നന്ന് എന്നുള്ളതായി എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. Meet the editors.